ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മളുടെ ഗുരുവായൂർ അമ്പലനടയിൽ റിലീസായി. എന്തായാലും നിങ്ങളൊക്കെ പടം കണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ രാവിലെ തന്നെ കണ്ടു. സോ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്, റിട്ടൺ ബൈ ദീപു പ്രദീപ്. ഒരു ഫാമിലി എൻ്റർടൈനർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു പടം, ഒരു ഹ്യൂമർ പടമായിട്ടാണ് ശരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ ഇറക്കിയിരിക്കുന്നത്. ഭയങ്കര താരസമ്പുഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണ് അല്ലേ? കണ്ടവർക്ക് അറിയായിരിക്കും. ഭയങ്കര താരസംഭവം, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളതൊക്കെയാണ് നമ്മളെ പൃഥ്വിരാജ് ഉണ്ട്, ബേസിലുണ്ട് അനശ്വര രാജൻ, നിഖില വിമൽ, നമ്മളെ ജഗദീഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ, പിന്നെ ബേസിലിൻ്റെ കൂട്ടുകാരനും നമ്മളെ സിജു സണ്ണി, കൂട്ടുകാരനായിട്ട് സിജു സണ്ണി, പിന്നെ അനിയനായിട്ട് പയ്യൻ വരുന്നതാണ്, പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇല്ല, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയും പേരൊക്കെയാണ് മെയിനായിട്ട് സിനിമയിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത്രയും അതായത് ഇത്രയും ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ലിമിറ്റിൻ്റെ അപ്പുറം സ്പേസ് സ്ക്രീനിൽ കിട്ടിയിട്ടില്ല. മെയിനായിട്ട് കിട്ടിയ ആൾക്കാരുടെ പേരുകളൊക്കെയാണ് ഞാൻ പോയി പറഞ്ഞത്. സോ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. ആ കല്യാണത്തോടനുബന്ധിച്ച്, അതായത് കല്യാണ പെണ്ണായിട്ട് വരുന്നത് നമ്മൾ അനശ്വര രാജൻ, പയ്യനായിട്ട് വരുന്നത് ബേസിൽ അനശ്വര രാജന്റെ ആങ്ങളയായിട്ട് പൃഥ്വിരാജ് വരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഈ അളിയന്മാരും ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള അഗാധമായ ഒരു ബോണ്ടിങ്, അതാണ് ഈ പടത്തിന്റെ സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ തന്തു. ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇനിഷ്യലി പടത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്, പിന്നെ അതിൽ ചില കാരണങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവർ തമ്മിൽ. അത് പിന്നെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അതിങ്ങനെ സോൾവ് ആയിട്ട് എല്ലാം സെറ്റ് ആവുന്നു. അതാണ് ആ ഒരു മെയിൻ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പടത്തിന്റെ തുടങ്ങുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. നല്ല രീതിയിൽ തിയേറ്ററിൽ തമാശയും കാര്യങ്ങളും ചിരിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഈ പറഞ്ഞ ഒരു റെപ്പറ്റീഷൻ ഫീൽ നമുക്ക് വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ, അതായത് പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ബോണ്ടിങ്, ഒരു അളിയനും തമ്മിൽ ഒരു യൂഷ്വലി അല്ലാത്ത രീതിയിലുള്ള ഒരു ബോണ്ടിങ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തൊരു തമാശ തോന്നുമെങ്കിലും പിന്നീട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറയുന്ന ഒരു അൺറിയൽ ആയിട്ടുള്ള ഫീൽ നമുക്ക് വരും. പിന്നെ അതായത് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ട്വിസ്റ്റ് എലമെന്റ് വരുന്നുണ്ട്. അത് നമുക്ക് മീൻസ് ഈസിലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അത് അപ്പോൾ തന്നെ അവർ റിവീൽ ചെയ്യുന്നു. പിന്നെ അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടെലിവിഷൻ സീരിയലിലൊക്കെ കാണുന്ന ആ ഒരു പാറ്റേണിൽ അതെനിക്ക് തോന്നി. അതായത് നമ്മൾ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് പറയാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഭയങ്കര അൺറിയൽ ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ്, അത് നമ്മൾ നോർമലി സംസാരിച്ച് പോകേണ്ട ഒരു കാര്യം അവിടെ വെച്ചങ്ങ് നിർത്തുന്നു. അതായത് അത് സംസാരിച്ചാൽ ആ കഥ അവിടെ വെച്ചങ്ങ് തീരാൻ സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങനെ പറയാതെ അതിനിങ്ങനെ ആ ഒരു സ്റ്റോറി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു കാര്യം പറയാൻ വരും, മറ്റേ ആൾ വന്ന് വേണ്ട അത് അവിടെ വെച്ചങ്ങ് നിർത്തുന്നു. അതുകൊണ്ട് ആ കഥ വീണ്ടും നീണ്ടു പോകുന്നു. അങ്ങനെ ഒരു ഫീൽ, അതായത് നമ്മളെ TV സീരിയലൊക്കെ എപ്പിസോഡുകൾ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇങ്ങനെ വളച്ചൊടിച്ച് പോകത്തില്ലേ, ആ ഒരു ഫീൽ അതൊരു എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ വേറെ സംഭവം ഉള്ളത്, ഈ ഇവർ തമ്മിലുള്ള കോമഡിയും കാര്യങ്ങളും കുറേ ഒരു ലിമിറ്റ് വരെ വർക്കൗട്ടായി. അതായത് ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ഹ്യൂമർ ഒരു പരിധി വരെ വർക്കൗട്ടായി. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി ട്രെയിലർ ഇറങ്ങുമ്പോൾ, ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ പലരും കമന്റ് ബോക്സിൽ പോലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഹ്യൂമറിന്റെ സെക്ഷൻ ആക്ച്വലി പൃഥ്വിരാജ് കൺവേ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു നാച്ചുറൽ അല്ലാത്തൊരു ഫീല് പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്. അത് ശരിക്കും ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അങ്ങനെ സ്റ്റോറി ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ വരെയും ഈ പൃഥ്വിരാജും, അതായത് ഈ പറഞ്ഞില്ലേ, കല്യാണം ഉറപ്പിച്ച പെണ്ണിനോട് പോലും സംസാരിക്കുന്നത് കൂടുതൽ ഇൻറ്റിമസിയും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഈ കല്യാണ ചെറുക്കനുള്ളത് അളിയനോടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അൺറിയൽ, അല്ലെങ്കിൽ തീരെ റിയലിസ്റ്റിക് അല്ലാത്തൊരു ഫീൽ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരാൾ നിഖില വിമൽ പൃഥ്വിരാജിന്റെ വൈഫായിട്ട് വരുന്നു. പുള്ളിക്കാരിയായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റോറിയിൽ സ്റ്റോറിയുടെ പ്ലോട്ടുകളിൽ ചില പ്രശ്നങ്ങൾ, അതായത് പൃഥ്വിരാജും ബേസിലുമായിട്ട് ചില പ്രശ്നങ്ങൾ, അതായത് ഇന്റർവെൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ ഇന്റർവെൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കോമഡിയുടെ അല്ലെങ്കിൽ ഹ്യൂമറിന്റെ ഒരു മാഗ്നിറ്റ്യൂഡൊക്കെ കുറച്ച് കുറഞ്ഞ് ആക്ച്വലി ഒരു ചെറിയ ലാഗ് നമുക്ക് ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു ക്രിഞ്ച് അല്ലെങ്കിൽ ഒരു ക്ലീഷ്യ സംഭവങ്ങളാണ് പിന്നെ അങ്ങോട്ട് പോകുക. എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അങ്ങനെ ഭയങ്കര എല്ലാം നമുക്ക് നമ്മുടെ ധാരണയിൽ ഇങ്ങനെ പോകും. അതായത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ സ്റ്റോറി പോകുന്നുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് പൃഥ്വിരാജും ബേസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർക്കാണ് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഈ അനശ്വരയ്ക്കും ആക്ച്വലി നിഖില വിമലിനൊക്കെ എനിക്ക് തോന്നുന്നു എത്ര ഡയലോഗ് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. വളരെ വിരലെണ്ണാവുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും ഡയലോഗുകൾ വളരെ കുറവാണ് നിഖില വിമലിന്. അനശ്വരയ്ക്കാണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ജഗദീഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ, പിന്നെ ഈ സിജു സണ്ണി, അവർക്കൊക്കെ കുറച്ച് റോളുകൾ കാര്യമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ്, എൻ്റെ അങ്ങേരെ ഒരു രക്ഷയില്ല. അങ്ങേര് വരുന്ന ഗെറ്റപ്പും കാര്യങ്ങളും പുള്ളിയുടെ ലുക്കും ഒക്കെ ആ ഒരു വണ്ണാണ് കേട്ടോ. അങ്ങേര് വന്ന് സിനിമയിൽ അങ്ങേര് സ്ക്രീനിൽ വന്നാൽ പിന്നെ വേറെ അങ്ങ് നോക്കത്തില്ല, നമ്മൾ അങ്ങേരെ തന്നെ നോക്കി പുള്ളി തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ലുക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മ്യൂസിക് ബൈ അൻകിത് മേനോൻ. അത്ര ഒരു ഭയങ്കര കിടിലം ഒരു സോങ്സിന്റെ കളക്ഷൻ ഒന്നും മൂവിക്കകത്തില്ല. നമുക്കങ്ങനെ ഓർത്തുവെക്കത്ത രീതിയിൽ ഭയങ്കര സംഭവങ്ങളായിട്ടുള്ള സോങ്സ് ഒന്നും ഇല്ല. സിനിമാറ്റോഗ്രാഫി ബൈ രവി നീരജ്. നോർമൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ബൈ ജോൺ കുട്ടി. പടത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് ക്ലൈമാക്സിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് യോഗി ബാബുവിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിനിമയ്ക്കകത്ത്.
പക്ഷേ അദ്ദേഹത്തെ അല്ലെങ്കിൽ യോഗി ബാബുവിന് വന്ന് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളൊന്നുമില്ല. വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ്. ഇതിനാണ് പുള്ളിക്കാരനെ കൊണ്ടുവന്നുള്ള അതിന് പിന്നിൽ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലായില്ല. പിന്നെ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ, അതായത് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കല്യാണം നടക്കാൻ പോകുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് വെച്ചിട്ട് ഒരു സ്റ്റണ്ട് സീനൊക്കെ നടക്കുന്നുണ്ട്. ഒരു തീരെയും ആ സ്ക്രിപ്റ്റിന് അങ്ങോട്ട് സെറ്റ് ആവുന്ന രീതിയിൽ ഒരു സ്റ്റണ്ട് സീനായിട്ട് തോന്നിയില്ലത്. അമ്പലത്തിന്റെ സീനുകളൊക്കെ എനിക്കൊന്ന് കുറച്ചൊക്കെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ VFX ആണോ ഇനി സെറ്റുകൾ ഇട്ടേക്കാണോ എനിക്ക് ക്ലിയർ ആയില്ല. പക്ഷെ ആ ഒരു സ്റ്റണ്ട് സീൻ അവിടെ ഒരു ആവശ്യമില്ലായിരുന്നു ശരിക്കും. നമുക്ക് തീരെയും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റണ്ടായിട്ട് തോന്നിയില്ല. സോ അതവിടെ ആവശ്യം അത് എന്താ നിങ്ങളും കൂടെ കണ്ടിട്ട് പറയാം, നിങ്ങൾക്ക് എന്താണ് അതിൽ തോന്നിയെന്നുള്ളത് നിങ്ങളോട് പറയുക. അതൊരു സ്റ്റണ്ട് സീൻ അവിടെ ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമുക്കൊരു ബോറിംഗ് ഫാക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പടത്തിന്റെ എൻഡിൽ നമ്മളെ നന്ദന സിനിമയിൽ നവ്യ നായർ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ കടമെടുത്തുകൊണ്ട് പൃഥ്വിരാജ് ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. നിങ്ങൾ കണ്ടുനോക്കിയിട്ട് എന്താണ് അതിനകത്തൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. പടം തീർക്കാൻ വേണ്ടി നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു അവതാര പിറവിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരു ഭയങ്കര കിടിലം ഹെലിക്യാമായിട്ടൊക്കെ ഡ്രോണായിട്ടൊക്കെ ഗുരുവായൂരപ്പൻ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നിങ്ങളും കാണണം. പിന്നെ മൊത്തത്തിൽ ആകെ മൊത്തം എന്താണെന്നുള്ള രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ശരി പൂരമൊന്നും പ്രതീക്ഷ ആരും പോകരുത്. ഈ വെക്കേഷനൊക്കെ തീരുന്ന സമയത്ത് അത്യാവശ്യം ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് പോയി ഒരു 2-2.5 മണിക്കൂർ പടം കണ്ട് അത്യാവശ്യം ഒന്ന് ചിരിച്ച് കുറച്ചൊന്ന് ഒരു ഫീൽ ഗുഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. വലിയൊരു പ്രതീക്ഷ വെച്ചൊന്നും ആരും പോരുത് കേട്ടോ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവും. പക്ഷേ എല്ലാ ഓഡിയൻസിനും ഈ പറഞ്ഞ അതിനകത്ത് കോമഡിയും കാര്യങ്ങളൊന്നും എല്ലാ രീതിയിലും വർക്കൗട്ട് ആവത്തില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാം. സോ അപ്പോൾ അത്രയൊക്കെയാണ് നമുക്കുള്ളത്. ഈ വർഷം ആദ്യം ഇറങ്ങിയ കുറേ പടങ്ങളൊക്കെ ഭയങ്കര ടോപ്പ് ലെവൽ പടങ്ങളായിട്ടായിരുന്നു ഇറങ്ങിയത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത്ര പ്രോമിസിംഗ് ആവുന്നില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ. എന്നാലും ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ 23-ാം തീയതി എനിക്കൊന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പടം നമ്മളുടെ മമ്മൂക്കയുടെ ടർബോ റിലീസ് ആവുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇതെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.